അസ്സലാമലൈക്കും. ഇന്ന് വിഷുവാണല്ലോ അല്ലേ? എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? ഞാൻ വിഷുവിൻ്റെ ഒരു റീൽസൊക്കെ ഇട്ടിട്ടുണ്ടായി. കുറേ ആൾക്കാർ കണ്ട്. എന്തായാലും ഇനി കാണാത്തവരൊക്കെ കയറി കാണണം. പിന്നെന്താ പറയുക, ചില ആളുകൾ നമ്മളെ ആൾക്കാർ കേട്ടോ, ഇപ്പോഴൊന്നും അങ്ങനത്തെ ആൾക്കാർ കാണാനില്ല. ചില ആൾക്കാർ പറയും ഇങ്ങനെ ഒരു കളിയാക്കല നമ്മളങ്ങനത്തെ റീൽസൊക്കെ ഇടുമ്പോൾ. അതായത് വിഷുവിൻ്റെ കണിക്കൊന്നയും അങ്ങനെയൊക്കെ പിടിച്ച് അവരെ വിഷുക്കണിയുടെ അതൊക്കെ റീൽസ് ഇടുമ്പോൾ ഒരു കളിയാക്കല. ഞാനങ്ങനെ ഉണ്ടായിട്ട് എനിക്ക് അനുഭവം ഉണ്ടാവുകൊണ്ട് പറയാൻ, ഇത് കളിയാക്കുന്നൊരു പ്രവൃത്തി ഉണ്ടായിട്ടുണ്ട്. പിന്നെ പറയാൻ, എനിക്കിന്ന് ആദ്യമായിട്ട് വിഷുക്കൈനീട്ടം കിട്ടി. നമ്മളെ തൊട്ടടുത്ത് തന്നെ ചേച്ചിയും ചേട്ടനുണ്ട്. ഒരു വീട്ടിൽ ഇന്ന് ആദ്യമായിട്ടാണ് വിഷുക്കൈനീട്ടം കിട്ടിയിട്ടുള്ളത്. അത് പറയാൻ എനിക്കും കിട്ടി. എത്ര ഞാൻ പറയുന്നില്ല, എനിക്കും കിട്ടി, മോനും കിട്ടി, മോക്കും കിട്ടി. നമ്മൾ രാവിലെ ഒരു വിഷുക്കണി കാണാൻ പോയിട്ടുണ്ടായി, അപ്പം കിട്ടിയതാണ്. പിന്നെ പറയാൻ വേറെന്താ പറയണ്ടേ, എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. എൻ്റെ ചാനൽ പുതിയതായിട്ട് പോകുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കമൻറ്റൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നിങ്ങളെ ഫോണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം. പിന്നെ പറയാൻ എന്താ, ഇന്നലെ നമ്മളൊരു ന്യൂസ് കണ്ട്, മലപ്പുറത്താ മുത്തലാഖിന് ഇരയായി യുവതി എന്ന് പറഞ്ഞിട്ട്. ഇതുപോലത്തെ ഒരു വാർത്ത നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട്. അതായത് എവിടെയായിരുന്നു അത്, സ്ഥലം ഓർമ്മയില്ല. ഒരു 21 വയസ്സുള്ളൊരു പെണ്ണിന് ഹസ്ബൻഡ് മുത്തലാഖിൽ പറഞ്ഞിട്ട്, പിന്നെ മോൻ്റെ ബർത്ത്ഡേ, കുട്ടീൻ്റെ ബർത്ത്ഡേ, ഫസ്റ്റ് ബർത്ത്ഡേ ആണോ സെക്കൻഡ് ബർത്ത്ഡേ ആണെന്ന് ഓർമ്മയില്ല, അവളെ വീട്ടിൽ നിന്നും ആഘോഷിച്ചെന്നുള്ളൊരു പേരിന് ഏകദേശം ഒന്ന് മുത്തലാഖ് ചൊല്ലി പറഞ്ഞിട്ട് കണ്ടിന്. അപ്പോൾ അങ്ങനെ ന്യൂസ് കേട്ടിന്. അപ്പോൾ പിന്നെ ഒരു ന്യൂസ് കേൾക്കാനിടയിൽ, എന്താ മനുഷ്യന്മാരുടെ ഇടയിൽ ഇങ്ങനെ സംഭവിച്ചെന്ന് അറിയുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു മുത്തലാഖ് ചൊല്ലി പിന്നെ ബന്ധം വേർപെടുത്തുക പറയുന്നത്. ഞാനെന്താ പറയുന്നത്, രണ്ട് മനസ്സുകൾ തമ്മിൽ മരണം കൊണ്ട് വേർതിരിക്കാം, അങ്ങനെ ഞാൻ പറയാം. അല്ലാതെ മുത്തലാഖ് ചൊല്ലിയിട്ടും അങ്ങനെ ഇങ്ങനെയും വേർതിരിക്കുന്നത് ഞാൻ പറയുന്നത്. രണ്ട് മനസ്സുകൾ തമ്മിൽ പിന്നെ മരണം കൊണ്ട്, മനസ്സല്ല ശരീരം തമ്മിൽ മരണം കൊണ്ട് മാത്രം വേർപെടുത്തുക. നമ്മൾ ഭാര്യ ഭർത്താവ് തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും മരണം കൊണ്ട് മാത്രം വേർപെടുത്തുക. പടച്ചോൻ കാക്കട്ടെ. ഓരോ മനുഷ്യന് പിന്നെ പല മോശ സ്വഭാവങ്ങളും പിന്നെ തോന്നിപ്പോവുക. ഓരോ പിന്നെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മോശ സ്വഭാവം തോന്നിപ്പോവുക, മൊഴി ചെല്ലുക, മുത്തലാഖില്ല, അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? പടച്ചോൻ കാക്കട്ടെ. ഓരോ അങ്ങനത്തെ മനസ്സൊന്നും ഓരോരുത്തർക്ക് അള്ള കൊടുക്കാതിരിക്കട്ടെ. അവർക്ക് എത്ര വിഷമം ഉണ്ടാവും, മക്കളും ഉണ്ടാവും. ഈ പിന്നെ ആണുങ്ങൾക്ക് എന്താ, എല്ലാം ചെല്ലി അങ്ങ് പോയാൽ മതി. ഒരു ചെല്ലലും കൊണ്ട് മക്കളെ വയറ് അറിയോ? ഇല്ലല്ലോ. അതിനൊരു പെണ്ണ് തന്നെ പിന്നെ അധ്വാനിച്ച് പിന്നെ ഈ മക്കളെ നോക്കേണ്ടി വരും. ഒരു പെണ്ണിന് ഒറ്റക്കൊരു കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പഠിച്ചോ കാക്കട്ടെ. അങ്ങനത്തെ ഒന്നൊരു പിന്നെ മനസ്സല്ല ആർക്കും കൊടുക്കാതിരിക്കട്ടെ.